ഫുട്ബോൾ ഇതിഹാസം IM വിജയൻ നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഓഫീസർ ഡ്യൂട്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇന്ന് യാത്രയയപ്പാണ്, അതും MSPയിൽ വെച്ച് തന്നെ. ഇല്ല, ഭയങ്കര സന്തോഷമുണ്ട്. കാരണം MSPയിൽ റിട്ടയർഡ് ചെയ്ത് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം. എല്ലാ പോലീസുകാർക്കും എപ്പോഴും MSPയിൽ നിന്ന് പോകാന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ സ്പോർട്സുകാരും ഒരു ഫുട്ബോളറായ കാരണം ഫുട്ബോളിൻ്റെ മെക്ക മലബാർ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നൊക്കെ റിട്ടയർഡ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമുള്ള കാര്യം. പിന്നെ എന്നെ സംബന്ധിച്ച് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അതൊരു ലാസ്റ്റ് വെള്ളിയാഴ്ചയാണ്. ഞങ്ങൾ പോലീസിൽ വെള്ളിയാഴ്ച പരേഡാണ് എപ്പോഴും റിട്ടയർഡ് ചെയ്ത് പോകുന്നവരെ കൊടുക്കുക. എൻ്റെ ഭാഗത്ത് നിന്ന് ബർത്ത്ഡേയും വെള്ളിയാഴ്ചയും കിട്ടിയത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഗോഡ്സ് ഗേറ്റ് അങ്ങനെ ഒരു റിട്ടയർമെൻറ്റ് ആർക്കും ഇങ്ങനെ കിട്ടുമെന്ന് തോന്നില്ല. കാരണം വെള്ളിയാഴ്ച ബർത്ത്ഡേയും ഒത്തുവരാൻ ഭയങ്കര പാടാണ്. അതെന്നെ സംബന്ധിച്ച് കിട്ടിയത് തന്നെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഈ ടീമിലൊക്കെ നിൽക്കുന്ന അതേ ആവേശം മലപ്പുറത്തുള്ള കാലത്തും ഉണ്ടായിരുന്നല്ലോ. മലപ്പുറം എങ്ങനെയായിരുന്നു? മലപ്പുറം നമ്മുടെ എന്താ പറയുക, ഒരു IM വിജയനെ ആക്കിയതൊക്കെ മലപ്പുറം തന്നെയാണ്. കാരണം ഏറ്റവും അധികം സെവൻസ് കളിച്ചിട്ടുള്ളത് മലപ്പുറത്തു നിന്നാണ്. കളി എങ്ങനെ ഫുട്ബോൾ കളിക്കാമെന്ന് പഠിച്ചതും മലബാറിൽ വന്നിട്ടാണ്. കാരണം അത്രയാ സെവൻസിന് പറയാൻ, സെവൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്ലഡിലുള്ളതാണ്. ഒരിക്കലും പോവില്ല. എത്ര വലിയ പ്ലെയർ ആയാലും സെവൻസ് എപ്പോഴും കളിക്കാറുണ്ട്. സെവൻസ് കളിക്കാറുണ്ട്. അത് വലിയൊരു ഭാഗ്യമാണ്. പക്ഷേ മലബാറിൽ തന്നെയാണ് സെവൻസ് കളിച്ച് പഠിച്ച് അങ്ങനെയാണ് പോലീസിലേക്ക് പോകുന്നത്. വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. പ്രസംഗത്തിലൊരു കാര്യം പരാമർശിക്കുന്നത് കേട്ടു, ഈ പോലീസിലേക്കുള്ള ആ ബ്രേക്ക് എടുത്ത് തിരിച്ചുവരവ് കോടിയേരിയുടെ ഒരു സാന്നിധ്യമൊക്കെ, അത് എങ്ങനെയായിരുന്നു? ആ സാഹചര്യം എന്താണ്? ഇല്ല, ഒന്നുമില്ല. ഞാൻ തിരിച്ചു വരുമ്പോൾ എന്നോട് സാറ് ചോദിച്ചതാണ്, എന്താ പേടിച്ചിട്ടാണോ പോയതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ പേടിച്ചിട്ടല്ല, വീടുണ്ടായിരുന്നില്ല, അപ്പോൾ വീട് പണിയാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോയത്. പക്ഷേ ഞാൻ അങ്ങോട്ട് കൽക്കട്ട എന്ന് പറഞ്ഞ ഒരു ഫുട്ബോളർ പൂർണ്ണമായിട്ടൊരു ഫുട്ബോൾ കളിച്ചു എന്ന് പറഞ്ഞാൽ കൽക്കട്ട പോയി ലീഗ് കളിക്കണം. ഇപ്പോഴത്തെ ലീഗല്ല, അന്നത്തെ ലീഗ് കളിക്കണം. ആ ഒരു ടെൻഷനും ഒരു പ്രഷറും അതിൻ്റെ ഇടയിൽ കളിച്ച് നമുക്ക് ലോകത്തിൽ എവിടെ പോയാലും ഫുട്ബോൾ കളിക്കാം. അതാണ് കൽക്കട്ട. ഫുട്ബോൾ അല്ലാതെ ഈ പോലീസ് കരിയറിലുള്ള നല്ല ഓർമ്മകളുണ്ട്, പ്രത്യേകിച്ച് ഈ ഡ്യൂട്ടി, ശബരിമല ഡ്യൂട്ടിയൊക്കെ എടുത്ത സമയത്ത്? ഡ്യൂട്ടി ചെയ്ത് ഇഷ്ടംമാതിരി സംഭവങ്ങളുണ്ട്. കാരണം ഞാൻ ചാലയിലൊരു പ്രശ്നം ഉണ്ടായിരുന്നിട്ട് അന്ന് പോലീസുകാർ എല്ലാവരും തിരുവനന്തപുരത്ത് പറഞ്ഞു. അപ്പോൾ സ്പോർട്സുകാരനെ എല്ലാവരും ഡ്യൂട്ടിക്ക് ഇട്ടിരുന്നു. അപ്പോൾ ഞാനും, അപ്പോൾ അന്ന് യൂണിഫോം ഒന്നുമില്ല, കുറേ കൊല്ലമായിട്ടോ അത്. അപ്പോൾ ഇങ്ങനെ അന്ന് ഞാൻ SI ആണ്. അപ്പോൾ ഒരു പ്ലട്ടൂൺ തന്നിട്ട് ഇങ്ങനെ പോകുമ്പോൾ വയലക്സ് വന്നപ്പോൾ ആരാണ് എൻ്റെ ഓഫീസർ, IM വിജയൻ സാർ. ഞാൻ പറഞ്ഞു, എന്നോണ്ടൊന്നും പറ്റില്ലോട്ട് കൈകാര്യം. പിള്ളേരൊക്കെ ഉള്ളവരൊക്കെ നല്ല പഠിപ്പുള്ള കുട്ടികളായിരുന്നു. അപ്പോൾ പറഞ്ഞു, രാജീവ് സാറാണ് വിളിച്ചത്. അപ്പോൾ പറഞ്ഞു, IM വിജയൻ സാറാണ് സാറേ എന്ന് പറഞ്ഞു. അതാണ് ഏറ്റവും ആദ്യത്തെ അനുഭവം ഡ്യൂട്ടി ചെയ്യാൻ പോയത്. അപ്പോൾ അവനോട് എവിടെയും പോകണ്ട അവിടെ നിന്ന്. പക്ഷെ എന്നെ അന്ന് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കി. കാരണം എനിക്കൊന്നാമത് ഡ്യൂട്ടി ചെയ്യാൻ അറിയില്ല ആ സമയത്ത്. ഞാനന്ന് ചെറിയ ഏക്കനായിരുന്നു, പോലീസിൽ കയറിയിട്ടുള്ളൂ. അപ്പോൾ നോക്കിയപ്പോൾ ചാലയിൽ കംപ്ലീറ്റ് സ്റ്റാർ വെച്ചിട്ട്, അന്ന് സ്പോർട്സുകാരൊക്കെ സ്റ്റാർ വെച്ചിട്ടുള്ള ആൾക്കാരാണ്. അതാണ് ഫസ്റ്റ് അനുഭവം. പിന്നെ കുറേ ഡ്യൂട്ടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഈ മലപ്പുറത്ത് ഒരു അക്കാദമിയുടെ കൺസെപ്റ്റ് പറഞ്ഞല്ലോ, മലപ്പുറത്ത് തന്നെ ഉണ്ടാവുമോ? മലപ്പുറത്തല്ല, ഞാൻ രാജൻ സാറ് തൃശ്ശൂരിലാണ് മിനിസ്റ്ററായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും തൃശ്ശൂർ തന്നെ ആയിരിക്കും. സാറ് തൃശ്ശൂരിൻ്റെ മന്ത്രിയാണ്. തൃശ്ശൂർ സ്ഥലം തന്നാൽ തീർച്ചയായിട്ടും അവിടെ തന്നെ അക്കാദമി. എങ്ങനെയാണ് ഈ അക്കാദമിയുടെ ഒരു കൺസെപ്റ്റ്? നിരവധി അക്കാദമികളുണ്ടല്ലോ. വേണ്ട, ഞാൻ വലുത് വിട്ടൊരു കാര്യമില്ല, വന്നിട്ട് കാണാമല്ലോ. ആയിക്കോട്ടെ, പ്രവൃത്തിയാണ് ബസ്, അല്ലാണ്ട് വെറുതെ ബോംബ് വിട്ടിട്ട് കാര്യമില്ല. തീർച്ചയായും പുതിയൊരു അക്കാദമിയൊക്കെ ആയി ഇനിയും സജീവമായി ഫുട്ബോളിൽ ഉണ്ടാവുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം KT സ്വാലിഹ്, കൈരളി ന്യൂസ്, മലപ്പുറം.